ഇന്ത്യയുടെ പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി ദൃശ്യങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ശാന്തമായ ഒരു ഗ്രാമത്തിൽ അർജുൻ എന്ന പേരുള്ള ഒരു സെൻ ഗുരു ജീവിച്ചിരുന്നു. പ്രകടനത്തിൻ്റെയും വ്യക്തിഗത വളർച്ചയുടെയും രഹസ്യങ്ങൾ തുറക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രായത്തിലുമുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലുകൾ തേടി അവിടെ എത്തി. ശാന്തമായ ഒരു സായാഹ്നത്തിൽ നൈന എന്ന യുവതി അവളുടെ കണ്ണുകളിൽ കൗതുകകരമായ ഒരു തിളക്കത്തോടെ മാസ്റ്റർ അർജുനെ സമീപിച്ചു. നൈനയ്ക്ക് അവളുടെ ഉള്ളിൽ ഒരു ഇളക്കം അനുഭവപ്പെട്ടു. അവൾ ശരിക്കും ആഗ്രഹിക്കുന്നത് എങ്ങനെ പ്രപഞ്ചത്തോട് ചോദിക്കണമെന്ന് പഠിക്കാനുള്ള ആഗ്രഹം. മാസ്റ്റർ അർജുൻ, നൈന തുടങ്ങി. അവളുടെ ശബ്ദം പ്രതീക്ഷകൾ നിറഞ്ഞതായിരുന്നു. നമുക്ക് ആവശ്യമുള്ളത് പ്രപഞ്ചത്തോട് ചോദിക്കാമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് എങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് ഉറപ്പില്ല. അതെന്നെ ഒന്ന് പഠിപ്പിക്കാമോ? ഒരു ഊഷ്മളമായ പുഞ്ചിരിയോടെ മാസ്റ്റർ അർജുൻ നൈനയെ തൻ്റെ ശാന്തമായ സങ്കേതത്തിലേക്ക് സ്വാഗതം ചെയ്തു. പ്രപഞ്ചത്തോട് ചോദിക്കുന്ന കലയ്ക്കുള്ളിൽ കിടക്കുന്ന കാലാതീതമായ ജ്ഞാനം നൽകാൻ അദ്ദേഹം തയ്യാറായി. പ്രിയ നൈന, മാസ്റ്റർ അർജുൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ശബ്ദം സൗമ്യവും എന്നാൽ ജ്ഞാനം നിറഞ്ഞതുമായിരുന്നു. പ്രപഞ്ചത്തോട് എങ്ങനെ ചോദിക്കണമെന്ന് പഠിക്കുന്നത് വ്യക്തതയും ഉദ്ദേശവും വിശ്വാസവും ആവശ്യമുള്ള ഒരു അഗാധമായ പരിശീലനമാണ്. ഈ പ്രക്രിയയിലൂടെ ഞാൻ നിങ്ങളെ നയിക്കട്ടെ. ഉൾക്കാഴ്ചയുടെയും പ്രബുദ്ധതയുടെയും ഒരു ചരടിലേക്ക് നെയ്തെടുത്ത് അദ്ദേഹം ഇനി പറയുന്ന പോയിന്റുകൾ വിശദീകരിച്ചു. ആഗ്രഹത്തിൻ്റെ വ്യക്തത. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് പ്രപഞ്ചത്തോട് ചോദിക്കുമ്പോൾ വ്യക്തതയുടെ പ്രാധാന്യം മാസ്റ്റർ അർജുൻ ഊന്നി പറഞ്ഞു. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ വ്യക്തത വരുത്താൻ സമയമെടുക്കുക. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടതെന്ന് അറിയുക. ഉദ്ദേശങ്ങൾ ക്രമീകരിക്കുക. ഉദ്ദേശങ്ങൾ പ്രപഞ്ചത്തിൻ്റെ മണ്ണിൽ പാകിയ വിത്തുകൾ പോലെയാണ്, മാസ്റ്റർ അർജുൻ വിശദീകരിച്ചു. നൈനയെ പ്രകടമാക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കായി വ്യക്തമായ ഉദ്ദേശങ്ങൾ സ്ഥാപിക്കാൻ അദ്ദേഹം നൈനയെ പ്രോത്സാഹിപ്പിച്ചു. അവളുടെ ആഗ്രഹങ്ങൾ ഇതിനകം പൂർത്തീകരിച്ചതായി ദൃശ്യവൽക്കരിച്ചു. ഉറച്ച വിശ്വാസവും തീരുമാനവും പ്രപഞ്ചത്തോട് ചോദിക്കുന്നതിൻ്റെ അനിവാര്യ ഘടകങ്ങളാണെന്ന് മാസ്റ്റർ അർജുൻ അഭിപ്രായപ്പെട്ടു. നിങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രകടമാകുമെന്ന് നിങ്ങൾ അചഞ്ചലമായ തീരുമാനത്തോടെ വിശ്വസിക്കണം, അദ്ദേഹം പറഞ്ഞു. നൽകാനുള്ള പ്രപഞ്ചത്തിൻ്റെ കഴിവിൽ നിങ്ങൾ വിശ്വസിക്കുക. അറ്റാച്ച്മെൻറ്റ് ഉപേക്ഷിക്കുക. ഫലങ്ങളോടുള്ള അറ്റാച്ച്മെൻറ്റ് പ്രകടന പ്രക്രിയയെ തടസ്സപ്പെടുത്തും, മാസ്റ്റർ അർജുൻ നിരീക്ഷിച്ചു. നിർദ്ദിഷ്ട ഫലങ്ങളോടുള്ള അടുപ്പം വിടാനും പ്രപഞ്ചത്തിൻ്റെ ദൈവിക സമയത്തിന് കീഴടങ്ങാനും അദ്ദേഹം നൈനയെ പ്രോത്സാഹിപ്പിച്ചു. നന്ദിയും അഭിനന്ദനവും. കൃതജ്ഞതയാണ് പ്രപഞ്ചത്തിൻ്റെ നാണയം, മാസ്റ്റർ അർജുൻ പ്രസ്താവിച്ചു. നൈനയോട് നന്ദിയും അഭിനന്ദനവുമുള്ള ഒരു മാനസികാവസ്ഥ വളർത്തിയെടുക്കാൻ അദ്ദേഹം ഉപദേശിച്ചു. അവളുടെ ആഗ്രഹങ്ങൾ അവളുടെ ജീവിതത്തിൽ ഇതിനകം ഉണ്ടായിരുന്നതുപോലെ നന്ദി പ്രകടിപ്പിച്ചു. ഉന്നതമായ സ്വയത്തോടുള്ള വിന്യാസം. നിങ്ങളുടെ ഉയർന്ന വ്യക്തിയുമായി ഒത്തുചേരുന്ന ഒരു സ്ഥലത്ത് നിന്ന് പ്രപഞ്ചത്തോട് ചോദിക്കുക, മാസ്റ്റർ അർജുൻ ഉപദേശിച്ചു. അവളുടെ ആന്തരിക ജ്ഞാനത്തോടും അവബോധത്തോടും ബന്ധപ്പെടാൻ അദ്ദേഹം നൈനയെ പ്രോത്സാഹിപ്പിച്ചു. അവളുടെ അഭ്യർത്ഥനകളെ പ്രപഞ്ചത്തിലേക്കുള്ള വഴികാട്ടിയാക്കാൻ അവരെ അനുവദിച്ചു. പ്രചോദനാത്മകമായ പ്രകടനം ഒരു സഹസൃഷ്ടിപരമായ പ്രക്രിയയാണ്, മാസ്റ്റർ അർജുൻ പ്രഖ്യാപിച്ചു. പ്രപഞ്ചത്തോട് ചോദിച്ചാൽ മാത്രം പോരാ എന്ന് അദ്ദേഹം നൈനയെ ഓർമ്മിപ്പിച്ചു. അവൾക്ക് ലഭിക്കുന്ന മാർഗനിർദ്ദേശത്തിൽ വിശ്വസിച്ച് അവളുടെ ആഗ്രഹങ്ങൾക്കായി അവൾ പ്രചോദിത നടപടി സ്വീകരിക്കുകയും വേണം. ക്ഷമയും വിശ്വാസവും. ക്ഷമ ഒരു പുണ്യമാണ്, മാസ്റ്റർ അർജുൻ നൈനയെ ആശ്വസിപ്പിച്ചു. പ്രപഞ്ചം അതിൻ്റേതായ സമയക്രമത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം അവളെ ഓർമ്മിപ്പിക്കുകയും അവൾക്കായി തുറന്നിരിക്കുന്ന ദൈവ പദ്ധതിയിൽ വിശ്വസിക്കാൻ അവളെ പ്രേരിപ്പിക്കുകയും ചെയ്തു. പ്രകടനങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രകടമാകുമ്പോൾ പ്രപഞ്ചത്തോട് നന്ദി പ്രകടിപ്പിക്കാൻ ഓർക്കുക, മാസ്റ്റർ അർജുൻ പറഞ്ഞു. അവളുടെ പ്രകടനങ്ങൾ ആഘോഷിക്കാനും അവളുടെ ജീവിതത്തിലെ സമൃദ്ധിക്ക് നന്ദി പ്രകടിപ്പിക്കാനും അദ്ദേഹം നൈനയെ ഉപദേശിച്ചു. മാസ്റ്റർ അർജുൻ തൻ്റെ പഠിപ്പിക്കലുകൾ അവസാനിപ്പിക്കുമ്പോൾ നൈനയ്ക്ക് വ്യക്തതയും ശാക്തീകരണവും തോന്നി. പുതുക്കിയ നിശ്ചയദാർഢ്യത്തോടെ തൻ്റെ തത്വങ്ങൾ ഈ ജീവിതത്തിൽ ഉൾപ്പെടുത്താനും പ്രപഞ്ചത്തോട് ചോദിക്കാനുള്ള കലയിൽ പ്രാവീണ്യം നേടാനും അവൾ പ്രതിജ്ഞയെടുത്തു. അതിനാൽ മാസ്റ്റർ അർജുൻ്റെ മാർഗനിർദ്ദേശപ്രകാരം നൈന സ്വയം കണ്ടെത്തലിൻ്റെയും പ്രകടനത്തിൻ്റെയും ഒരു യാത്ര ആരംഭിച്ചു. പ്രപഞ്ചത്തോട് എങ്ങനെ ചോദിക്കണമെന്ന് പഠിക്കുന്നതിലൂടെ
തൻ്റെ സ്വപ്നങ്ങളുടെ ജീവിതം ഒരുമിച്ച് സൃഷ്ടിക്കാൻ കഴിയുമെന്ന് അവൾ മനസ്സിലാക്കി. ഇഫ് യു ലവ് ടു വാച്ച് ദിസ് വീഡിയോ, യു കൻ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.